ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഭരിക്കുന്ന നമ്മുടെ ഇന്ത്യയില് ഭരണം എത്രമാത്രം സുതാര്യമായിട്ടാണ് നടക്കുന്നത് എന്നറിയാനുള്ള അവകാശം, അതൊരു അടിസ്ഥാനപരമായിട്ടുള്ള അവകാശം കൂടിയാണ്. ഈ അവകാശം ഓരോ ഇന്ത്യൻ പൗരനുമുണ്ട് അല്ലേ? അപ്പോൾ ഈ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് വൈകിയാണ്, അതായത് 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. വിവരാവകാശ നിയമം പാസ്സാക്കുന്ന 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഈ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സ്വീഡനാണ്. ആദ്യം ഈ നിയമം പാസ്സാക്കിയത് സ്വീഡനിലാണ്. നമ്മുടെ അറിയാനുള്ള അവകാശം, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള, അറിയാനുള്ള, ചോദിക്കാനുള്ള ഒക്കെ നമ്മുടെ അവകാശമാണ്. അവകാശത്തിനുള്ള സംരക്ഷണം കൂടിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മൾക്ക് വേണ്ടി ഭരിക്കപ്പെടുന്നവർ എത്ര നന്നായിട്ടാണ് ഭരണം നടത്തുന്നത്, അതിൽ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഏതൊരു സ്ഥാപനത്തിന്റെയും, ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന ഏതൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഈ നിയമപ്രകാരം ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വിവരാവകാശ നിയമം പാസ്സാക്കിയത് എന്നാണ്? 2005 ജൂൺ 15-നാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയത്. ഇത് നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. അപ്പോൾ വിവരാവകാശ നിയമത്തിലെ 31 സെക്ഷൻസും 6 ചാപ്റ്റേഴ്സും 2 പട്ടികയുമാണ് ഉൾപ്പെടുന്നത്. 31 സെക്ഷൻസും 6 ചാപ്റ്റേഴ്സും 2 പട്ടികയുമാണ് ഉൾപ്പെടുന്നത്. ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം തമിഴ്നാടും, എന്നാൽ രാജ്യം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരം സ്വീഡനും. അതുപോലെ തന്നെ വിവരാവകാശ നിയമം പാസ്സാക്കിയ എത്രാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 55 എന്നാണ്. 55ാമത്തെ രാജ്യവും എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.